ചീമുട്ടയേറും ചീത്തവിളിയും. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ വഴിനീളെ പ്രതിഷേധം അണപൊട്ടി. മാവേലിക്കര സബ് ജയിലിൽ നിന്നും തിരുവല്ല കോടതിയിലേക്കുള്ള യാത്രയിൽ നൂറുകണക്കിന് പേരാണ് വഴിയിലുടനീളം തമ്പടിച്ച് പ്രതിഷേധിച്ചത്. കോടതിയിൽ വ്യക്തിഹത്യ അടക്കമുള്ള കാരണങ്ങൾ പോലീസിനെതിരെ നിരത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധിച്ചെങ്കിലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷ അംഗീകരിക്കപ്പെട്ടു. രാഹുലിനെ പാലക്കാട്ടും തിരുവല്ലയിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് ഇനി SITയുടെ നീക്കം. ആദ്യം RDX റാപ്പ് കാണാം. രാഹുലിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത അക്കമിട്ട് നിരത്തിയാണ് SIT കോടതിയെ ബോധ്യപ്പെടുത്തിയത്. രാഹുലിന്റെ സമൂഹത്തിലുള്ള സ്വാധീനമടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രോസിക്യൂഷൻ വാദം. കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും മുൻപ് ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്നും അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും പ്രതിഭാഗം വാദിച്ചു. അറസ്റ്റിനുള്ള കാരണങ്ങൾ പ്രതിയെ ബോധ്യപ്പെടുത്താനായില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ വാദിച്ചു. പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട 3 ദിവസത്തെ പോലീസ് കസ്റ്റഡി കോടതി അംഗീകരിച്ചത്. കോടതി പരിസരത്ത് തടിച്ചുകൂടിയ പ്രതിഷേധക്കാർക്കിടയിലൂടെ ഏറെ പണിപ്പെട്ടാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വൈദ്യപരിശോധനയ്ക്കും പിന്നീട് അവിടെ നിന്ന് പത്തനംതിട്ട AR ക്യാമ്പിലേക്കും കൊണ്ടുപോയത്. ചീമുട്ടയർ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിലിന് പ്രതിഷേധക്കാരിൽ നിന്ന് നേരിടേണ്ടി വന്നു. ഇതിനിടെ രാഹുലിനെ പിടികൂടിയ പാലക്കാട് KPM ഹോട്ടലിലെ 2002 മുറി പോലീസ് സംഘം പരിശോധിച്ചു. രാഹുലിന്റെ പേഴ്സണൽ ഫോൺ മുറിയിൽ നിന്ന് കണ്ടെത്തി. തെളിവെടുപ്പ് പൂർത്തിയായ ശേഷം ജനുവരി 16-ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. RDX റാപ്പ്, ന്യൂസ് മലയാളം. ഇന്നത്തെ സംഭവങ്ങൾ നമുക്ക് പരിശോധിക്കാം. SITയുടെ വാദങ്ങൾ ഇങ്ങനെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കേസിലെ പ്രതി MLA ആയതിനാൽ സ്വാധീനമുള്ള വ്യക്തിയാണ് എന്ന് SIT കോടതിക്ക് മുമ്പാകെ പറഞ്ഞു. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റ് സമാന കേസുകളിലെ പ്രതിയാണ് എന്നതും അവർ ചൂണ്ടിക്കാട്ടി. മറ്റ് സമാനമായ 2 കേസുകളിൽ പ്രതിയാണ്. FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം രാഹുൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയെന്നത് ആ ചാറ്റ്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ ചാറ്റ് അടക്കം വെച്ച് കോടതിയെ ബോധ്യപ്പെടുത്തി. രാഹുലിൻ്റെ കേസുകളിൽ അതിജീവിതമാർക്കെതിരെ സൈബർ അറ്റാക്ക് പല വിധത്തിൽ നടക്കുകയാണ് എന്ന് പോലീസ് കോടതിയിൽ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയാൽ അതിജീവിതയുടെ ജീവന് ഭീഷണിയുണ്ട് എന്നവർ ചൂണ്ടിക്കാട്ടി. നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് ഒളിവിൽ പോയ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതും കോടതിക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്താൻ SITക്ക് സാധിച്ചു. രാഹുലിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡ് കണ്ടെത്തേണ്ടതുണ്ട് എന്ന കാര്യം കോടതിയോട് SIT പറഞ്ഞു. രാഹുൽ നിരവധി ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്നു, അതെല്ലാം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പോലീസ് കോടതിയിൽ പറഞ്ഞു. കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങളിൽ രാഹുലിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം എന്ന കാര്യം അവർ മുൻപാകെ വെച്ചു കോടതിയുടേത്. അതിജീവിതയുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തിയ ഫോണ് പ്രതിയിൽ നിന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഈ കേസന്വേഷണത്തിനായിട്ട് എന്ന കാര്യം കോടതിക്ക് മുമ്പാകെ SIT പറഞ്ഞു. രാഹുൽ ഇങ്ങനെ തിരിച്ചു പറഞ്ഞത്, രാഹുലിൻ്റെ വക്കീൽ പോലീസ് വ്യക്തിഹത്യ നടത്തുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അഭിഭാഷകൻ കോടതിക്ക് മുമ്പാകെ പറഞ്ഞു. ലൈംഗിക വൈകൃതമുള്ള ആൾ എന്ന് വരുത്തി തീർക്കാൻ ശ്രമമാണ് നടക്കുന്നത് എന്ന ആരോപണം SITക്കെതിരെ വെച്ചു. തൻ്റെ ഭാവി തകർക്കലാണ് ലക്ഷ്യമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ അയാൾക്ക് വേണ്ടിയിട്ട് അവിടെ പറഞ്ഞു. അറസ്റ്റ് മൗലികാവകാശത്തിൻ്റെ ലംഘനമാണ്, പൊതുജന വിചാരണയ്ക്ക് ഇട്ടുകൊടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്ന് അഭിഭാഷകൻ വാദിച്ചു. കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ പ്രദർശന വസ്തുവാക്കാൻ പോലീസ് ശ്രമിച്ചു എന്ന് അഭിഭാഷകൻ കോടതിക്ക് മുമ്പാകെ പറഞ്ഞു. 2 വർഷത്തിന് മുമ്പ് നടന്ന സംഭവത്തിലാണ് കേസ് എന്നും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് അഭിഭാഷകൻ അവിടെ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച ഒറ്റ കോൺഗ്രസ് നേതാവേ വന്നുള്ളൂ ഇന്നലെ. കോൺഗ്രസ് നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മയാണ്. നേരത്തെ CPIയിൽ നിന്ന് പോയ ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അതിജീവിതൻ്റെ ഒപ്പമാണ് എന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞു. രാഹുലിനെതിരെ ഉയർന്ന പല പരാതികളിലും അവർക്ക് സംശയമുണ്ടെന്ന് അവർ ഫേസ്ബുക്ക് ലൈവിൽ വന്ന് പറഞ്ഞു. വ്യക്തി അധിക്ഷേപം നടത്തുന്നു എന്നാരോപിച്ച് ശ്രീനാദേവിക്കെതിരെ അതിജീവിതയുടെ പരാതി തൊട്ടു പിന്നാലെ തന്നെ വന്നു. ആ പരാതി കൂടെ വന്നിട്ടുണ്ട് അവർക്കെതിരെ. രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ സാധ്യത തേടുമെന്ന് സ്പീക്കർ AN ഷംസീർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് നടപടിയെടുക്കാൻ കഴിയുമോ എന്നതിൽ അവ്യക്തതയുണ്ട് എന്നത് ആ ചർച്ച നടക്കുകയാണ്. MLA എന്ന പദവിക്കും സഭയുടെ അന്തസ്സിനും കളങ്കമുണ്ടാക്കിയെന്ന പരാതി ലഭിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ തന്നെയും നിയമസഭാ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത് എത്തിക്സ് കമ്മിറ്റി അല്ല എന്ന VD സതീശൻ പറഞ്ഞ കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അതിന് കമ്മിറ്റിക്ക് അവകാശമില്ല എന്നുള്ള മറ്റുള്ള കാര്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് നടന്ന കാര്യങ്ങൾ. നേരത്തെ നമ്മൾ RDX റാപ്പിൽ കണ്ടുവല്ലോ, ഇയാളെ കൊണ്ടുവരുമ്പോഴൊക്കെ വലിയ പ്രതിഷേധവും മറ്റുമായിരുന്നു. DYFIക്കാരും ഒരു ഘട്ടത്തിൽ എനിക്കൊന്ന് BJPക്കാരും അവിടെ വന്ന് പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം ചിരിച്ചുകൊണ്ടാണ് ഇയാൾ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയൊരു ചിരി അയാൾ മുഖത്ത് ഫിറ്റ് ചെയ്തിട്ടാണ് ഫുൾ ടൈം ഈ ക്യാമറകൾക്ക് മുന്നിൽ നിന്നിരുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. നമുക്ക് ഷബ്ന നമ്മോടൊപ്പം ചേരുന്നുണ്ട് ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷബ്ന, ഇതിപ്പോൾ അതിൻ്റെ നിയമപരമായിട്ടുള്ള മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും? ഇത് SITക്ക് ഒരു വിജയമാണല്ലോ. സ്വാഭാവികമായിട്ടും ഇയാളെയും കൊണ്ട് തെളിവെടുക്കാനൊക്കെ പോകാം എന്ന സൗകര്യമുണ്ട്. പക്ഷേ 3 ദിവസം മാത്രമേ അവർക്ക് മുന്നിൽ കിട്ടിയിട്ടുള്ളൂ. 7 ദിവസം ആവശ്യപ്പെട്ടിരുന്നു. എന്തായിരിക്കും നിയമപരമായിട്ട് അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ SITയുടെ നടപടിക്രമങ്ങൾ?
സനീഷ്, സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള കേസുകളിൽ SIT അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ 7 ദിവസത്തെ കസ്റ്റഡിയൊക്കെയാണ് ചോദിക്കാറ്. 7 ദിവസമൊക്കെ ചോദിക്കുമ്പോൾ തന്നെയാണ് കോടതി ഈ 3 ദിവസമൊക്കെ അനുവദിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അന്വേഷണം നടത്താനുള്ള ഏകദേശ സമയം ഈ 3 ദിവസത്തിനുള്ളിൽ തന്നെ ലഭിക്കും എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഇവരുടെ തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ കസ്റ്റഡി നീട്ടണം എന്നൊരാവശ്യം SIT കോടതിക്ക് മുമ്പാകെ വെക്കുകയും അതിന് കാരണങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്യും. കാരണം അവരുടെ അന്വേഷണം ഒരു രീതിയിലും എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഈ മൊഴിയെടുപ്പോ അല്ലെങ്കിൽ മറ്റ് തെളിവെടുപ്പോ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല എന്നറിയിച്ചാൽ കസ്റ്റഡി നീട്ടാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഏതായാലും ഇനി വരുന്ന 3 ദിവസങ്ങളിൽ ഈ കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഹോട്ടൽ മുറി അടക്കമുള്ളിടത്ത് രാഹുലിനെ എത്തിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന നടത്തണമെങ്കിൽ ആ രീതിയിലുള്ള പരിശോധന, അതോടൊപ്പം തന്നെ ഈ പാസ്വേഡ് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു, ആ പാസ്വേഡ് ലഭിക്കേണ്ടതുണ്ട്. ഫോണുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്കും രാഹുൽ മറുപടി പറയേണ്ടതുണ്ടാകും. കാരണം പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. മറ്റൊന്ന് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ഈ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയ ഒരു മൊബൈൽ ഫോണുണ്ട്, ആ മൊബൈൽ ഫോൺ കണ്ടെത്തണം എന്നതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും പോലീസ് ഇനിയിപ്പോൾ ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. കാരണം ഈ കേസിൽ തന്നെ ഇന്നിപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാഹുലിനെതിരെ പരാതി നൽകുന്ന പെൺകുട്ടികൾക്കെതിരെ സോഷ്യൽ മീഡിയ ബുള്ളിംഗ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ പെൺകുട്ടിക്കെതിരെയും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തള്ളിക്കളയാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയ ഫോണുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ പെൺകുട്ടി തന്നെ അത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ആ ഫോൺ കണ്ടെത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ SIT എടുക്കാനാണ് സാധ്യത. മറ്റൊന്ന്, ഈ ആദ്യം പിടിച്ചെടുത്ത ഫോണിൻ്റെ പാസ്വേഡ് അടക്കം പരിശോധിക്കുകയും ഇവർ നൽകിയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ടുള്ള സന്ദേശങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ ആയിരിക്കും ഇനി വരും ദിവസങ്ങൾ നടക്കുക. ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ രാഹുലിനെ പുറത്ത് കൊണ്ടുപോകേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ എത്തിച്ച് പരിശോധന നടത്തേണ്ടി വരും. ഏകദേശം 3 ദിവസം കൊണ്ട് ഈ രീതിയിലുള്ള ഒരു പരിശോധന പൂർത്തിയാക്കാൻ തന്നെയാണ് സാധ്യത. ഇന്നിപ്പോൾ രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ച ഒരു കാര്യം കണ്ടു. പാലക്കാട് എന്നാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ ജൂറിസ്ഡിക്ഷനിലായിരുന്നില്ല ഈ അറസ്റ്റ് നടന്നത്, പാലക്കാടായിരുന്നു. വേണമെങ്കിൽ പാലക്കാട് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കാമായിരുന്നിട്ടും തിരുവല്ലയിൽ എത്തിച്ചത് ഇത്തരത്തിൽ പ്രദർശന വസ്തുവാക്കാനാണ്, തന്നെ ഈ പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് ഒരു ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഒരു പക്ഷേ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിലും ഈ രീതിയിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് ഇതിൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്, കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. കാരണം ഷബിന, ഈ തെളിവുകളുടെ കാര്യം പറയുമ്പോൾ ഇതിനകത്ത് ഈ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കണം, ഡിജിറ്റൽ ഡിവൈസസ്. ഫോണിപ്പോൾ പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്, മറ്റ് ഡിജിറ്റൽ ഡിവൈസസ് കൂടെ ഉണ്ടെന്ന് അവിടെ പറഞ്ഞതായിട്ട് കണ്ടു. ഇത് കണ്ടെത്തുന്നത് ഈ കേസിൽ പ്രത്യേകിച്ച് ഈ 3-ാം ബലാത്സംഗ കേസിൽ മറ്റൊന്നും 2 കേസുകളിൽ എത്രത്തോളം SITക്ക് ഗുണകരമാകുന്നതാണ്. ഇയാളിപ്പോൾ ഇത് തുറന്നു കൊടുക്കാൻ സമ്മതിച്ചില്ല, ഫോണ് എനിക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ച അന്വേഷണ സംഘത്തിൽ എന്താ ചെയ്യാൻ പറ്റുക? അതിപ്പോൾ കോടതിയിൽ അത്തരത്തിലൊരു പ്രതി ആ രീതിയിൽ വാശി പിടിച്ച് തൻ്റെ പാസ്വേഡ് പോലീസിന് പറഞ്ഞു കൊടുക്കില്ല എന്ന നിലപാടെടുത്താൽ പോലീസിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു MLA കൂടിയാണ്. അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കാനാണ് സാധ്യത. അത്തരത്തിൽ പാസ്വേഡ് പറഞ്ഞു കൊടുക്കാതിരിക്കുകയോ ഈ അന്വേഷണത്തോട് നിസ്സഹകരണം പ്രഖ്യാപിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിയെ ഈ വിവരം പോലീസിനെ അറിയിക്കാൻ പറ്റും. കോടതിയുടെ അനുമതിയോടുകൂടി ഈ പാസ്വേഡ് തുറന്നു കൊടുക്കാനുള്ള അനുമതി പോലീസിന് തേടാൻ പറ്റും. മറ്റൊന്ന്, നമുക്കറിയാം പോലീസ് ഏതായാലും ഒരു അക്രമത്തിൻ്റെ മാർഗത്തിലേക്കൊന്നും ഈ കേസിൽ പോകാനോ ആ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യലൊന്നും ഇതിലുണ്ടാകില്ല. പോലീസിനെ സംബന്ധിച്ച് അത് സാധ്യവുമല്ല. ഈ ഒരു സാഹചര്യത്തിൽ കോടതിയിൽ നിയമപരമായ വഴിയായിരിക്കും പോലീസ് തേടുക. കോടതിയെ സമീപിച്ച് അതിനുള്ള അനുമതി മേടിക്കുകയായിരിക്കും. അങ്ങനെ കോടതിയിൽ നിന്ന് ആ രീതിയിലുള്ള നിർദ്ദേശമുണ്ടായാൽ അത് കൊടുക്കേണ്ടി വരും. കാരണം നിയമവ്യവസ്ഥയെ ലംഘിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ കോടതിയുടെ ഉത്തരവുകളെ ലംഘിച്ച് ഏതായാലും ഒരു പ്രതിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് മേടിക്കലായിരിക്കും. പക്ഷേ ചിലപ്പോൾ ഒരുപക്ഷെ ചോദ്യം ചെയ്യലിൽ പാസ്വേഡ് പറഞ്ഞു കൊടുക്കാനും മതി. ഇനിയിപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഈ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുകയോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാനും മതി. ഏതായാലും 3 ദിവസത്തെ കാലയളവ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ 3 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കാൻ സാധിച്ചാൽ, അതായത് പ്രാഥമികമായ തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ സാധിച്ചാൽ ഇനി കസ്റ്റഡി നീട്ടി ചോദിക്കില്ല, അല്ലെങ്കിൽ കസ്റ്റഡി നീട്ടി ചോദിക്കും. കസ്റ്റഡി നീട്ടി ചോദിച്ചാൽ പിന്നെയും ജയിൽവാസം നീളും എന്ന് തന്നെയാണ്. കാരണം ഇനിയിപ്പോൾ ഈ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കണമെങ്കിൽ കസ്റ്റഡി കാലാവധി
കഴിയണം. കഴിഞ്ഞ് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സെഷൻസ് കോടതി ഒരുപക്ഷെ ഇതിൽ ജാമ്യം നൽകാവുന്ന വകുപ്പല്ല ഈ രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ബലാത്സംഗ കുറ്റം ചുമത്തിയിരിക്കുന്നു. ഈ ബലാത്സംഗ കുറ്റം ചുമത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ മജിസ്ട്രേറ്റ് കോടതിക്ക് അതിൽ ജാമ്യം നൽകാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം തള്ളുകയും പിന്നീട് സെഷൻസ് കോടതിയെ പോവുകയും സെഷൻസ് കോടതി ഇതിൽ പോലീസിനോട് വിശദീകരണം ചോദിക്കുകയും പിന്നീട് അതിൽ വിശദമായ വാദം നടത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷമായിരിക്കും ആ ജാമ്യാപേക്ഷയിൽ തന്നെ ഒരു തീരുമാനമുണ്ടാകുക. ചുരുക്കി പറഞ്ഞാൽ ഒരു ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ അത്തരത്തിൽ മാത്രമായിരിക്കും സെഷൻസ് കോടതിയിൽ നിന്ന് പോലും ഒരു തീരുമാനം ഇതിൽ ഉണ്ടാകുക എന്നതാണ്. ശരി, നന്ദി ഷബ്ന. വിവരങ്ങൾക്ക് കുറേയേറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഏതായാലും ഇത് മറ്റു കാര്യങ്ങൾ കൂടെ നടക്കേണ്ടതാണ്. ഇപ്പോൾ നടന്ന് SIT അത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് സജീവമായിട്ട് പോവുകയാണ്. അവർക്ക് അനുകൂലമായിട്ട് 3 ദിവസം കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുകയാണ്. ഇതിനകത്ത് ഇയാളെ കൊണ്ടുവരുമ്പോഴും പോകുമ്പോഴൊക്കെ പ്രത്യേകമായിട്ട് ഒരു അത്ഭുതം തോന്നിയ കാര്യം ഇയാൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നതാണ്. അതായത് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയൊരു ചിരി എന്ന് തോന്നുന്ന ചിരി ഇയാൾ മുഖത്തിങ്ങനെ വെച്ചിരിക്കുകയാണ്. ക്യാമറ മുന്നിൽ ഉണ്ടാകുന്ന അയാൾക്കറിയാം. പ്രതിഷേധങ്ങളൊക്കെ വലിയ തോതിൽ, അതും ശരിയല്ലാത്ത വിധത്തിൽ ഈ യുവജന സംഘടനകൾ തെറിവിളിക്കുന്നതും മറ്റുമൊക്കെ ശബ്ദമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ കേൾക്കുമ്പോൾ പോലും ഇയാളിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ ഇയാൾക്ക് എന്ന് തോന്നുന്ന ആളുകളുണ്ടാകും. അതായത് ഇതെന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? പ്രത്യേകിച്ചും ശരിയോ തെറ്റോ ആയിക്കോട്ടെ, ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് വലിയ പ്രതിഷേധത്തിൽ ആളുകൾ മുഴുവൻ തന്നെ നോക്കിയിട്ട് മുദ്രാവാക്യം വിളിക്കുകയും മറ്റും ചെയ്യുമ്പോൾ എത്ര കഠിനഹൃദയരാണെങ്കിലും ആകപ്പാടെ വിഷമിച്ചു പോവുകയാണ് ചെയ്യുക. പക്ഷേ ഇയാൾ മാത്രം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തോ ഒരു കുഴപ്പം ഇയാൾക്കുണ്ടല്ലോ എന്ന് തോന്നലാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. ഒരുപക്ഷേ എന്നെ ഇതൊന്നും ബാധിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ എന്തായാലും അത് ഇയാൾ നടത്തിയ കുറ്റകൃത്യങ്ങളുടെ വിശദാംശങ്ങൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേവലാതി പോലെ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന അയ്യോ എന്താണ് ഈ നടക്കുന്നത്, ഇയാൾക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന തോന്നലുണ്ടാകുന്നത് പോലെ ഇയാൾ ചിരിക്കുന്നത് കാണുമ്പോഴും എന്തോ ഒരു കുഴപ്പമുണ്ടോ എന്ന് തോന്നുകയാണ്. കനത്ത പ്രതിഷേധങ്ങൾ നേരിടുമ്പോഴും പരിഹാസിച്ചിരി നിറഞ്ഞ ഹൂ കേസ് ആറ്റിറ്റ്യൂഡായിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഈ സെക്ഷൽ പെർവേർട്ടെന്ന് എതിരാളികൾ പറയുന്ന അയാളിൻ്റെ മുഖത്ത് ഇന്നും കേരളം കണ്ടത്. അന്വേഷണത്തോടും അതേ നിലപാടാണ് അയാൾക്ക്. ഫോണിൻ്റെ ലോക്ക് തുറന്നു നൽകാനും ലാപ്ടോപ്പ് എവിടെയെന്ന് വെളിപ്പെടുത്താനുമൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. ഇന്ന് കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു അയാളെന്ന് വേണം കരുതാൻ. കേസ് പരിഗണിക്കും മുമ്പ് കോടതിയിൽ നിന്നിറങ്ങിയാൽ മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞ രാഹുൽ കസ്റ്റഡിയിൽ വിട്ട ഉത്തരവ് വന്നതോടെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു.